ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്നൊരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, സാരി ബ്ലൗസ് കട്ടിങ്. അതിൽ വ്യത്യസ്തമായിട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അത് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും. കൃത്യമായ അളവൊക്കെ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഷോൾഡർ 10.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. ആവശ്യമുള്ള അത്ര തന്നെ ബ്ലൗസ് വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. കൈക്കുഴി ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കണം. അതിനുശേഷം കറക്റ്റായിട്ട് സ്കെയില് ഷേപ്പുള്ള ഭാഗം വെച്ച് മാർക്ക് ചെയ്യുക. സൈഡ് ഡാൾസിന് മാർക്ക് ചെയ്യാം. കഴുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് സൈഡിന് ആവശ്യമായ തയ്യൽ തുണി കൂടുതൽ വെച്ച് കട്ട് ചെയ്യണം. ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. ബാക്കിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യണം ഇറക്കം. എന്നാൽ നമ്മൾ ടക്കലിട്ട് വരുമ്പോഴേക്കിൽ കറക്റ്റായിട്ട് അളവ് കിട്ടും. ഫ്രണ്ട് ഭാഗത്തെ കഴുത്തും ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ ബ്രേസർ കട്ട് ആണ് ചെയ്യേണ്ടത്.
1/2 ഇഞ്ച് കൈക്കുഴി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് കൈ കറക്റ്റായിരിക്കണമെങ്കിൽ അതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ ബ്ലൗസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലൂസായിട്ട് വരും. 10 ഇഞ്ച് ഇറക്കിയിട്ട് ഡാട്സിന് വേണ്ടി മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് സൈഡ്, ഇതേപോലെ ബ്രേസർ കട്ട് അതിൻ്റെ മേലെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇതിപ്പോൾ അതിൻ്റെ കൈയാണ് കട്ട് ചെയ്യുന്നത്. അത് ലൈനിങ് ആണ്. ഞാൻ പ്രത്യേകം പറഞ്ഞു, കൈക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ലൈനിങ് തുണിയാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിങ്ങ് മാറ്റി നമ്മുടെ ബോഡി ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൈയാണ് എടുക്കാനുള്ളത്. കൈ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കാണിക്കാം. കൈയുടെ ലൈനിങ് ആണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. മൂന്ന് ഇഞ്ച് കൈക്കുഴി കട്ട് ചെയ്യുക. കൈയുടെ ഷേപ്പുള്ള ഭാഗം വെച്ചിട്ടാണ് തയ്യൽ തുണി കൂടുതൽ വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്യണം. ഷേപ്പായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം 1/2 ഇഞ്ച് കൈക്കുഴി മുൻവശം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക.
ഇതാണ് ബ്ലൗസിൻ്റെ കൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ബ്ലൗസ് തയ്യാറായിട്ടുണ്ട്.